ഹായ് ഓർ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പാലപ്പത്തിനുള്ള അരി അങ്ങ് മിക്സിക്കകത്തിട്ട് കൊടുക്കും. നമുക്ക് അതങ്ങ് അരച്ച് നല്ലപോലെ അരഞ്ഞ് അപ്പോൾ അരിയൊക്കെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര, സോഡാപ്പൊടി, ഈസ്റ്റ് ഇട്ട് നല്ലപോലെ ഇളക്കി അപ്പോൾ അടച്ച് വെക്കുന്നു. ഇപ്പോൾ സമയം 2 മണിയാണ്. ഇനി ഇതൊരു 7 മണിയൊക്കെ ആകുമ്പോഴേ പിള്ളേർ കഴിക്കുള്ളൂ. കാരണം എണ്ണക്കടി ഇതൊന്നും കഴിച്ചാൽ പിന്നെ ആർക്കും പലഹാരം വേണ്ട. പിന്നെ അവരെ ഊത്തും നിസ്കാരവും നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ കറി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണം. ഇക്കൊക്കെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എനിക്ക് സ്പീഡ് കയ്യുമ്മ വെച്ച് അരിയുമ്പോഴാണ് ഈ കട്ടിങ് ബോർഡ് എടുത്താൽ കാണാം സമയം ഒത്തിരി പിടിക്കും. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുക്കണം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ആദ്യം ഒരു അടുപ്പിൽ ഞാൻ കൊഞ്ച് റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ചിക്കൻ കറിക്കുള്ള ഉള്ളി, രണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വാടി വരട്ടെ. ഇനി ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് കറിക്കുള്ള ചിക്കൻ കറിക്കുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തേക്കണം. അതിനകത്ത് റോഡിൻ്റെ വക്കിനായതുകൊണ്ട് സൗണ്ട് ഉണ്ട്, വണ്ടിയൊക്കെ പോണേ. നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ അരക്കാത്തൊരു കറി എന്നാൽ പിന്നെ ഇടത്താഴത്തിന് ചോറിന് കറി മതി. മസാലപ്പൊടികളെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി അതിനകത്തേക്ക് നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് ഇളം ചൂട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഈ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോഴേ പെട്ടെന്ന് അടി പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, അതിനകത്ത് തന്നെ ഞാൻ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് പറ്റിച്ചെടുക്കാം. നമ്മളെ കൊഞ്ച് റോസ്റ്റ് റെഡിയാക്കാം. നമുക്ക് അതും തന്നെ വെള്ളമൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കൊഞ്ചിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഞാൻ അതിനകത്തേക്കുള്ള തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്കതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ശകലം മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ലപോലെ ഇളക്കി അടച്ച് വെക്കാം. ഇതിനകത്തേക്ക് അതിന് കുരുമുളകും പൊടി ഇല്ല, ജീരകപ്പൊടി ഇല്ല. അപ്പോൾ രണ്ടും പൊടിച്ചിട്ട് വരാം. ആ സമയം കൊണ്ട് പൊടിച്ച് വെച്ച് തീർന്ന്. അപ്പോൾ നമുക്കതൊന്ന് തുറന്നപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തിളഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ജീരകപ്പൊടി, കുരുമുളകും പൊടി ഇട്ട് കൊടുത്ത്
കുരുമുളകും പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് നമ്മൾ ചിക്കൻ കറി തുറന്ന് നോക്കാം. ആവിയൊക്കെ പോയി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം, കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഒന്ന് താളിച്ചെടുക്കാം നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട്. പിന്നെ എണ്ണക്കടിയൊന്നുമില്ല, ഇക്ക എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. ഇപ്പം ഒന്നും ഇക്ക ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചിട്ട് നോയമ്പുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കണ്ടേ. സമൂസ ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ മുട്ട വെച്ചിട്ടാണ് സമൂസക്ക് ഫില്ല് ചെയ്യുന്നത്. അതിന് ഉള്ളിയും പച്ചമുളകും നല്ലപോലെ വാട്ടിയെടുക്കണം. അത് വെന്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 2 മുട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി, ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, ഇത്ര മതി. ഇതിട്ട് ഇളക്കി നല്ലപോലെ നമ്മൾ ചില്ലിയാക്കി എടുക്കുമല്ലോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി സമൂസൻ്റെ ലീഫൊക്കെ നിറച്ച് വന്ന് ഇനി നമുക്കിതങ്ങ് പൊരിച്ചെടുക്കണം. ഇതിന് പിന്നെ ഒത്തിരി എണ്ണയൊന്നും വേണ്ട. മറ്റേ എണ്ണയിൽ മുക്കിയൊക്കെ എടുത്ത് പൊരിക്കുമ്പോഴേ ഒത്തിരി എണ്ണ നമ്മളത് വേസ്റ്റും പഴയ എണ്ണയായിപ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ച് അങ്ങ് പൊരിച്ചെടുത്താൽ മതി. ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. പൈനാപ്പിളും ഓമയ്ക്കായും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്ത് ഞാനകത്തേക്ക് ഒന്നും കൂടെ വെച്ചെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ.